നമസ്കാരം. നിങ്ങളുടെ ഗർഭകാല യാത്രയിലെ ഒരു നിർണായക നിമിഷത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത്, നിങ്ങളുടെ ആദ്യത്തെ സ്കാനിനെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞിനോടുള്ള ആദ്യത്തെ ഹലോ. അപ്പോൾ ആ പോസിറ്റീവ് ടെസ്റ്റ് കിട്ടിയല്ലേ? സന്തോഷം, എക്സൈറ്റ്മെന്റ്, കൂടെ ചെറിയൊരു പേടിയും. ഇതൊക്കെ സ്വാഭാവികമാണ്. ആ 2 പിങ്ക് വരകൾ ശരിക്കും ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണ്. പക്ഷെ മനസ്സിലൊരു ചോദ്യം വരും, ഇനി എന്ത്? ഉള്ളിലെല്ലാം ഓക്കെയാണോ? ആ ചോദ്യത്തിനുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് ഈ സ്കാൻ. സത്യം പറഞ്ഞാലേ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു രാസപരമായ യാഥാർത്ഥ്യമാണ്. അതായത്, ഒരു യൂറിൻ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ അതെ നിങ്ങൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്കാൻ അതിനൊരു വൈദ്യശാസ്ത്രപരമായ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പോവുകയാണ്. എല്ലാം ശരിയാണെന്ന് വെറുതെ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും മാറി ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരിട്ട് കണ്ടു ഉറപ്പിക്കാൻ പോകുന്നു. അതെ, പ്രതീക്ഷയിൽ നിന്ന് ഉറപ്പിലേക്ക്. നമുക്ക് ഈ യാത്രയുടെ ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. നോക്കൂ, ഈ ആദ്യത്തെ സ്കാൻ എന്ന് പറയുന്നത് ഒരു നിർണായക ചെക്ക് പോയിന്റാണ്. ഇതിന് വളരെ കൃത്യമായ 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, സ്ഥാനം. അതായത്, ഗർഭം ശരിയായ സ്ഥലത്ത് തന്നെയാണോ, ഗർഭപാത്രത്തിൽ തന്നെയാണോ അത് വളരുന്നത്. 2, വളർച്ചാക്ഷമത. അതായത്, അതിന് ജീവനുണ്ടോ, ഹൃദയമിടിപ്പുണ്ടോ. ഈ 2 ചോദ്യങ്ങൾക്കും അതേ എന്ന ഉത്തരം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ സ്കാനിന് പിന്നിലെ എന്തുകൊണ്ട് എന്ന് ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. വിത്തും മണ്ണും സുരക്ഷയും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു വിത്തുണ്ട്. നിങ്ങളത് നടാൻ പോകുകയാണ്. ആ വിത്താണ് നമ്മുടെ ഭ്രൂണം. ആ വിത്ത് നടാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ഗർഭപാത്രമാണ്. സുരക്ഷിതമായി എല്ലാ പോഷകങ്ങളും കിട്ടി വളരാൻ പറ്റിയ ഒരേ ഒരിടം. എന്നാൽ ചിലപ്പോൾ ഈ വിത്ത് വഴിതെറ്റി പൈപ്പ്ലൈൻ പോലുള്ള ഫാലോപ്പിയൻ ട്യൂബിൽ കുടുങ്ങിപ്പോകാം. അതൊരു അപകടമാണ്. കാരണം ആ പൈപ്പ് ഒരു പരിധിയിൽ കൂടുതൽ വികസിക്കില്ല. അത് പൊട്ടിത്തെറിക്കും. ഇത് അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാകാവുന്ന ഒന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്കാനിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭം ഗർഭപാത്രത്തിന് പുറത്തല്ല, അതായത് എക്ടോപിക് അല്ല എന്ന് 100% ഉറപ്പിക്കുക. 2, നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ഏറ്റവും കൃത്യമായി കണക്കാക്കാൻ സഹായിക്കുക. കാരണം ഈ സമയത്തെ വളർച്ച വളരെ പ്രവചിക്കാവുന്ന ഒന്നാണ്. 3, ആ കുഞ്ഞ് ഹൃദയമിടിപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മിനിറ്റിൽ 100-ൽ കൂടുതൽ ഹൃദയമിടിപ്പ് കാണുന്നത് ഗർഭം ആരോഗ്യത്തോടെ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ശരി, എന്തുകൊണ്ട് ഈ സ്കാൻ പ്രധാനമാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഇനി എങ്ങനെ, എപ്പോൾ എന്നുള്ള പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ. സമയം, അത് വളരെ പ്രധാനമാണ്. ഈ സ്കാൻ ചെയ്യാനുള്ള ശരിയായ സമയം 6-നും 9-നും ആഴ്ചകൾക്കിടയിലാണ്. അതിൽ തന്നെ ഏറ്റവും നല്ല സമയം 7ാമത്തെ ആഴ്ചയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 5ാമത്തെ ആഴ്ചയിൽ വെറുതെ പോയി സ്കാൻ ചെയ്യരുത്. കാരണം അപ്പോൾ ഭ്രൂണം വളരെ ചെറുതായിരിക്കും, ഹൃദയമിടിപ്പ് കാണാൻ സാധ്യത കുറവാണ്. ഇത് കണ്ടില്ലെങ്കിൽ അയ്യോ പ്രശ്നമായോ എന്നോർത്ത് ഉറക്കമില്ലാതെ ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും. ആ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. ഓക്കേ, ഇനി തയ്യാറെടുപ്പ്. നിങ്ങൾ വയറുവഴിയുള്ള സ്കാനിനാണ് പോകുന്നതെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്കാനിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് 1 ലിറ്റർ വെള്ളം കുടിക്കുക. എന്നിട്ട് സ്കാൻ കഴിയുന്നതുവരെ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിൽക്കുക. എന്തിനാണെന്നല്ലേ? നിങ്ങളുടെ നിറഞ്ഞിരിക്കുന്ന മൂത്രസഞ്ചി ഒരു സൗണ്ട് വിൻഡോ ആയി പ്രവർത്തിക്കും. അത് ഗർഭപാത്രത്തെ മുകളിലേക്ക് ഉയർത്തി ഡോക്ടർക്ക് വളരെ വ്യക്തമായൊരു ചിത്രം നൽകാൻ സഹായിക്കും. എന്നാൽ ഡോക്ടർ യോനിയിലൂടെയുള്ള സ്കാൻ അഥവാ TVS ആണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അതിന് പോകുന്നതിന് തൊട്ടുമുൻപ് മൂത്രസഞ്ചി പൂർണ്ണമായും കാലിയാക്കണം. കാരണം TVS ചെയ്യുമ്പോൾ നിറഞ്ഞ മൂത്രസഞ്ചി ഒരു തടസ്സമാവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം മറക്കരുത്. അപ്പോൾ ഈ 2 സ്കാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നല്ലേ? നമുക്കിങ്ങനെ ചിന്തിക്കാം. വയറുവഴിയുള്ള സ്കാനെന്ന് പറയുന്നത് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കാണുന്നത് പോലെയാണ്. എന്നാൽ TVS സ്കാനോ, അതൊരു 4K അൾട്രാ HD TV പോലെയാണ്. ക്രിസ്റ്റൽ ക്ലിയർ. കാരണം TVS പ്രോബിന് വയറിലെ കൊഴുപ്പും പേശികളുമൊന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചിത്രം വളരെ വ്യക്തമായിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച മുൻപേ വരെ ഹൃദയമിടിപ്പ് കണ്ടെത്താൻ പോലും ഈ ക്ലാരിറ്റി സഹായിക്കും. ഇനി നമുക്ക് ഈ സ്കാനുമായി ബന്ധപ്പെട്ട ചില സാധാരണ സംശയങ്ങളും മിഥ്യാധാരണകളും ഒന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഏറ്റവും സാധാരണയായി കേൾക്കുന്നൊരു പേടിയാണ് TVS സ്കാൻ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നത്. ഉത്തരം വളരെ ലളിതമാണ്, ഇല്ല. ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങളിങ്ങനെ സങ്കൽപ്പിക്കൂ, യോനിയും ഗർഭപാത്രവും 2 അടുത്തടുത്തുള്ള മുറികളാണ്. TVS പ്രോബ് ആദ്യത്തെ മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് 2ാമത്തെ മുറിക്കുള്ളിലേക്ക് നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊരിക്കലും കുഞ്ഞിനെ സ്പർശിക്കുന്നില്ല. ഇത് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന തികച്ചും സുരക്ഷിതമായൊരു രീതിയാണ്. അടുത്തത്, ഹൃദയമിടിപ്പിന്റെ റേറ്റ് വെച്ച് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമോ?
ഇതൊരു രസകരമായ ചോദ്യമാണ്, പക്ഷേ ഉത്തരം ഇല്ല എന്നാണ്. അതൊരു കെട്ടുകഥയാണ്. സത്യത്തിൽ ഹൃദയമിടിപ്പ് ഗർഭത്തിന്റെ പ്രായമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 6ാമത്തെ ആഴ്ചയിൽ ഏകദേശം 110 BPM-ൽ തുടങ്ങി 9ാം ആഴ്ചയോടെ 170 BPM വരെ ഉയർന്നിട്ട് പിന്നെ പതിയെ കുറഞ്ഞ് സാധാരണ നിലയിലേക്ക് വരും. ഇത് കുഞ്ഞിന്റെ വളർച്ചയെയും ആരോഗ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ ലിംഗത്തെയല്ല. ഇനി ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. സ്കാൻ ചെയ്തു, പക്ഷേ ഹൃദയമിടിപ്പ് കണ്ടില്ല. എന്തു ചെയ്യും? ആദ്യം തന്നെ പറയട്ടെ, പരിഭ്രാന്തരാകരുത്. പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാം. ചിലപ്പോൾ നിങ്ങൾ കരുതിയതിലും ഒരാഴ്ച വൈകിയാകാം അണ്ടുൽപാദനം നടന്നത്. അതുകൊണ്ട് ഡോക്ടർമാർ 7 ദിവസത്തെ കാത്തിരിപ്പ് നിയമം പാലിക്കും. അവർ നിങ്ങളോട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറയും. മിക്കവാറും ആ സ്കാനിൽ ആരോഗ്യകരമായ വളർച്ചയും ആഗ്രഹിച്ച ആ ഹൃദയമിടിപ്പും കാണാൻ സാധിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. എപ്പോൾ വൈദ്യസഹായം തേടണം എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ അപകടസൂചനകൾ ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 1. ചെറിയ സ്പോട്ടിംഗ് അല്ല, പാഡ് വെക്കേണ്ടി വരുന്നത്ര കനത്ത പുതിയ ചുവന്ന രക്തസ്രാവം. 2. അടിവയറ്റിൽ മൊത്തത്തിലല്ലാതെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായി വരുന്ന കഠിനമായ കുത്തിനോവിക്കുന്ന പോലുള്ള വേദന. 3. കിടക്കുമ്പോൾ തോളറ്റത്ത് അനുഭവപ്പെടുന്ന കഠിനമായ വേദന. ഇവയൊന്നും സാധാരണയല്ല, ദയവായി അവഗണിക്കരുത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അടുത്ത ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിനു വേണ്ടി കാത്തു നിൽക്കരുത്. ഒട്ടും വൈകരുത്. ഉടൻ തന്നെ അടുത്തുള്ള എമർജൻസി റൂമിലേക്ക് പോവുക. ഈ ഒരു തീരുമാനം ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. ശരി, നമ്മൾ തിരികെ വരികയാണ്. ഉത്കണ്ഠയിൽ നിന്ന് ഉറപ്പിലേക്ക്. ആ തെളിവിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം. സത്യത്തിൽ പല അച്ഛനമ്മമാർക്കും ഈ സ്കാനാണ് അവരുടെ ഗർഭധാരണം എന്ന യാഥാർത്ഥ്യത്തെ ആദ്യമായി അനുഭവിപ്പിക്കുന്ന നിമിഷം. ആ സ്ക്രീനിലെ മിടിക്കുന്ന കുഞ്ഞു വെളിച്ചം കാണുമ്പോൾ മനസ്സിലെ എല്ലാ പേടിയും മാറും. അതുകൊണ്ട് സ്കാൻ റൂമിൽ കയറുമ്പോൾ ആഴത്തിലൊരു ശ്വാസമെടുക്കുക. ഈ പ്രക്രിയയെ വിശ്വസിക്കുക. ഏറ്റവും ആശ്വാസം നൽകുന്നൊരു വിവരത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. വൈദ്യശാസ്ത്രം പറയുന്നതിതാണ്: 8ാമത്തെ ആഴ്ചയിൽ ആരോഗ്യകരമായൊരു ഹൃദയമിടിപ്പ് സ്കാനിൽ കണ്ടുകഴിഞ്ഞാൽ പിന്നീട് ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത 5% താഴെയായി കുറയുന്നു. ഈ അറിവ് നിങ്ങൾക്ക് സമാധാനവും മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ ആത്മവിശ്വാസവും നൽകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.